ഒരു റെസൊല്യൂഷൻ എങ്കിലും എടുക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലെ. പക്ഷെ ഈ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ടോ? ഞാനും റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര റെസൊല്യൂഷൻസ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും? യൂഷ്വലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യും. എൻഡ് ഓഫ് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ പിന്നെ അതിന്റെ ഫോക്കസ് നമ്മൾ നഷ്ടപ്പെടും, നമ്മളത് വിട്ടുപോകും. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ട്രിക്കാണ്, ഒരു ആക്ടിവിറ്റിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ബ്രെയിനിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ നമ്മളൊരു ക്രോസ് വരയ്ക്കുക ആ പേപ്പറിൽ. അപ്പൊ ക്രോസ് വരയ്ക്കുമ്പോൾ നമുക്ക് 4 സെക്ഷൻസ് കിട്ടും. ഈ 4 സെക്ഷൻസിൽ നമ്മൾ 4 സെക്ഷനിലും ഓരോ ഹെഡിങ് കൊടുക്കണം. അതായത് നമ്മുടെ ലൈഫിലത്തെ ഓരോ കാറ്റഗറി കൊടുക്കുവാണ് നമ്മൾ. അപ്പൊ ആ കാറ്റഗറി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഐ വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് വേണ്ടത് എന്നും കൂടെ എഴുതാൻ പോകണം. അപ്പൊ ഈ 4 കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് റിലേഷൻഷിപ്സ്, കരിയർ അല്ലെങ്കിൽ വർക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, പിന്നെ മണി. ഇങ്ങനെ 4ആണ് ഞാൻ കൊടുക്കുന്നത്, കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നത്. പേപ്പറിൽ നമുക്ക് വേണ്ട ഓരോ കാറ്റഗറിയിലും എന്താണോ ശരിക്കും ആവശ്യം, ട്രൂലി നമ്മൾ ഡിസൈർ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ അവിടെ എഴുതുക. അത് കൃത്യമായിട്ട് ഒരു ചെറിയ സെന്റൻസിൽ എഴുതുക. എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് കരിയറിലാണ്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ആണെങ്കിൽ എനിക്ക് ഇത്ര ക്ലയൻസ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്റെ വെയിറ്റ് ഇത്രയായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾസ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് ഈ പേപ്പറിനെ സൂക്ഷിക്കുക. ഈ പേപ്പർ വേണം നമുക്ക്, പേപ്പർ വെക്കാം, മാറ്റി വെക്കാം. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക, എന്റെ ബിഹേവിയർ ഈ പറയുന്ന റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്നെ അടുത്തേക്കാണോ കൊണ്ടുപോകുന്നത്, അതോ ഇത് ആക്ച്വലി എന്നെ ദൂരേക്കാണോ കൊണ്ടുപോകുന്നത്, എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളോട് തന്നെ ചോദിക്കണം. സോ നമ്മളത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഈ പറയുന്ന സാധനങ്ങൾ ഫോക്കസിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇതാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ഫോക്കസിലേക്ക് കൊണ്ടുവരും. അത് മാത്രമല്ല, ഇതൊരു സെൽഫ് അവയർനെസ്സും കൂടിയാണ്. ഇത് ഒരു അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. ശരിക്കും പറഞ്ഞ ഒരു അവയർനെസ് കൊണ്ടുവരും. നമുക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് നമുക്ക് ആക്ഷൻസ് എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇത് ഫോം ചെയ്യും.